27 വർഷത്തിലധികം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് രംഗത്ത് പ്രവർത്തന പരിചയമുള്ള HECS പുതിയതായി അവതരിപ്പിക്കുന്ന IoT ആൻഡ് AI പവേർഡ് സ്മാർട്ട് ഓൺ സൈറ്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വീടുകൾക്കും അഥവാ ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്കും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കും ഉതകുന്നതാണ്. മലിനജല സംസ്കരണത്തിലൂടെ വിലപ്പെട്ട ശുദ്ധജല ഉപഭോഗം 40% വരെ കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. കളക്ഷൻ ടാങ്കിൽ നിന്നും മലിനജലം എക്സ് അൾട്ടിമ പ്ലസ് സ്മാർട്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പമ്പ് ചെയ്യുന്നു. എക്സ് പാക്കേജ്ഡ് STP ഭൂമിക്ക് മുകളിലോ താഴെയോ ഇൻസ്റ്റോൾ ചെയ്യുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാക്കേജ്ഡ് STP വളരെ കോമ്പാക്റ്റ് ആയ FRP അതായത് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഷെൽ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായും 5 ചേംബറുകൾ ഉണ്ട്. ആദ്യം സീവേജ് ഒന്നാമത്തെ ചേംബറിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ക്രീനിംഗ് സിസ്റ്റത്തിലൂടെ ആദ്യ ചേംബറിലേക്ക് ഒഴുകുന്നു. ഈ സ്ക്രീനിംഗ് ചേംബറിലെ ബാർ സ്ക്രീൻ മലിനജലത്തിലെ ഒഴുകി നടക്കാവുന്നതും ഖരമായിട്ടുള്ളതുമായ പദാർത്ഥങ്ങളെ അരിക്കാനും ഇത്തരം പദാർത്ഥങ്ങളെ ഓരോ ആഴ്ചയിലും നീക്കം ചെയ്യാനും സഹായിക്കുന്നു. ആദ്യത്തെ ചേംബറിനെ സെഡിമെന്റേഷൻ ആൻഡ് ഇക്വലൈസേഷൻ ചേംബർ എന്ന് വിളിക്കുന്നു. ഈ ചേംബറിലാണ് ഉയർന്ന സാന്ദ്രതയുള്ള സ്ലഡ്ജ് അടിഞ്ഞുകൂടുക. ഇങ്ങനെ അടിയുന്ന സ്ലഡ്ജ് ആയാസരഹിതമായി ഒന്നാമത്തെ ചേംബറിൽ നിന്നും എടുത്ത് കളയാവുന്നതാണ്. ഇത് 4 മുതൽ 6 മാസത്തിലൊരിക്കൽ ചെയ്യേണ്ടി വരുന്നതുമാണ്. എന്നിരുന്നാലും കാലയളവ് ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇതിനുശേഷം സീവേജ് രണ്ടാമത്തെ ചേംബറായ അനറോബിക് റിയാക്ടർ എന്ന ചേംബറിലേക്ക് ഒഴുകുന്നു. ഈ ചേംബറിലെ അനറോബിക് സൂക്ഷ്മജീവികൾ മലിനജലത്തിന്റെ ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കുകയും മലിനജലത്തിലെ നൈട്രജനെ ഇത് പുറന്തള്ളുകയും ചെയ്യുന്നു. ഭാഗികമായി സംസ്കരിക്കപ്പെട്ട ഈ ജലം അടുത്ത ചേംബറായ മൂവിംഗ് ബെഡ് ബയോ റിയാക്ടർ അഥവാ MBBR എന്ന അടുത്ത ചേംബറിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൽ MBBR മീഡിയ നിരന്തരം പുറത്തുനിന്ന് മാഗ്നറ്റിക് ഡയഫ്രം ബ്ലോവറിന്റെ സഹായത്താൽ കൊടുക്കുന്ന വായുവിനാൽ ഈ ചേംബറിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുന്നു. ഈ ബ്ലോവറിന്റെ വൈദ്യുതി ഉപയോഗം ഏകദേശം 80% കുറവാണെന്ന് മാത്രമല്ല ഇതുണ്ടാക്കുന്ന ശബ്ദവും താരതമ്യേന വളരെ കുറവാണ്. ഈ ചേംബറിലെ എയറോബിക് സൂക്ഷ്മാണുക്കൾ ഇതിലെ അവശേഷിക്കുന്ന ജൈവ പദാർത്ഥങ്ങളെ വീണ്ടും വിഘടിപ്പിക്കുന്നു. അടുത്ത ചേംബറിനെ സെറ്റിംഗ് ചേംബർ എന്ന് വിളിക്കുന്നു. ഇതിനു മുമ്പിലത്തെ ചേംബറിൽ ഉണ്ടായതും ഇവിടെ ഊറി വരുന്നതുമായ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ ഒന്നാമത്തെ ചേംബറിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറ്റുന്നു. സംസ്കരിക്കപ്പെട്ട മലിനജലം ഒരു ബാഫിൾ സെപ്പറേറ്റർ വഴി ഫിൽട്ടർ ഫീഡ് ചേംബറിലേക്ക് ഒഴുക്കുന്നു. ഇവിടെ നിന്നും ഈ ജലം ഒരു ടേഴ്സറി ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്യുന്നു. ടേഴ്സറി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് പ്രഷറൈസ്ഡ് സാൻഡ് ഫിൽറ്റർ അഥവാ PSF-ഉം ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററും. ഇങ്ങനെ സംസ്കരിക്കപ്പെട്ട ജലം ഒരു ബാക്ക് ഫിൽറ്റർ വഴി ടാങ്കിലേക്ക് സംഭരിക്കപ്പെടുന്നു. ഇതിനോടുകൂടി സോഡിയം ഹൈപ്പോക്ലോറൈഡ് കൂടെ ചേർത്ത് ജലത്തെ അണുവിമുക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട്. STPയുടെ സവിശേഷതകൾ. സാധാരണ STPയിൽ നിന്നുണ്ടാകുന്ന സ്മെൽ ഉണ്ടാകില്ല. സംസ്കൃത ജലത്തിലെ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് ഗണ്യമായി കുറയ്ക്കുന്നു. കലക്കുവെള്ളത്തെ തെളിഞ്ഞതാക്കുന്നു. സംസ്കരിച്ച ജലത്തെ അണുവിമുക്തമാക്കുന്നു. ഇങ്ങനെ സംസ്കരിക്കപ്പെടുന്ന ജലം ചെടി നനയ്ക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നതാണ്. STPയുടെ അടുത്ത പ്രത്യേകത ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് കൂടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇത് എവിടെ നിന്ന് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുവാനും എപ്പോൾ വേണമെങ്കിലും പ്രവർത്തനക്ഷമത പരിശോധിച്ച് റിപ്പോർട്ടുകൾ തരുന്നതുമാണ്. ഇനി അഥവാ പ്രവർത്തനത്തിൽ അപാകതകൾ വരുമ്പോൾ അത് അപ്പോൾ തന്നെ ടെക്നീഷ്യന്മാരെയും മറ്റ് ഓപ്പറേറ്റേഴ്സിനെയും അറിയിക്കുന്നതാണ്.
എക്സ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ വക എല്ലാ കാര്യങ്ങളും ചെയ്യാനും അറിയാനും ഉപഭോക്താവിന് കഴിയുന്നതുമാണ്. എക്സ് അൾട്ടിമ പ്ലസ് സ്മാർട്ട് STPയുടെ പ്രത്യേകതകൾ താഴെ പറയുന്നവയാണ്. ശുചിത്വ മിഷൻ അംഗീകാരത്തോടെയുള്ള ഈ എക്സ് STP PCBയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. ഒരു ഫുൾ ടൈം ഓപ്പറേറ്റർ ആവശ്യമില്ല. പ്രവർത്തന ചിലവ് 80% കുറയുന്നു. പ്രവർത്തിക്കുമ്പോൾ മണവും ശബ്ദവും ഉണ്ടാകില്ല. ലീക്ക് പ്രൂഫ് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിരിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ റിമോട്ട് ഓപ്പറേഷൻസും അനിത സാധാരണമായ കസ്റ്റമർ സപ്പോർട്ടും എക്സ് ഉറപ്പുവരുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.hecspstp.com സന്ദർശിക്കുക.